സമസ്ത മുഷവറ യോഗത്തിലെ തർക്കത്തിൽ വിശദീകരണവുമായി ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. സമസ്തയുടേത് എന്ന പേരിൽ വന്ന വിശദീകരണം വസ്തുതയല്ലെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെ വ്യക്തമാക്കി. മുഷവറ ചർച്ചകൾ താനാണ് മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തതെന്നത് ഗീബൽസിയൻ നുണപ്രചാരണമാണെന്ന് പറഞ്ഞ നദ്വി, മുക്കം ഉമർ ഫൈസിയുടെ കള്ളന്മാർ പരാമർശത്തെ തുടർന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയതെന്നും കുറിപ്പിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. ബുധനാഴ്ച നടന്ന സമസ്ത മുഷവറ യോഗത്തിലെ ചർച്ചകൾ മാധ്യമങ്ങൾക്ക് താനാണ് ചോർത്തിക്കൊടുത്തതെന്നത് ഒരു വിഭാഗം ഗീബൽസിയൻ നയമനുസരിച്ച് വ്യാപക പ്രചാരണം നടത്തുന്നുണ്ട്. ഉമർ ഫൈസിയെ മാറ്റി നിർത്തി പ്രമാദ വിഷയം ചർച്ച ചെയ്യണമെന്ന് താൻ ആവശ്യപ്പെട്ടുവെന്നും ഇക്കാര്യത്തിൽ യോഗത്തിൽ പൊട്ടിത്തെറിയുണ്ടായെന്നും നിരവധി ചാനലുകൾ നേരത്തെ വാർത്ത പുറത്തുവിട്ടിരുന്നു. തന്റെ പേരിൽ കല്ലുവെച്ച നുണ വ്യാപകമായി പ്രചരിപ്പിച്ചപ്പോൾ യാഥാർത്ഥ്യം വിശദീകരിക്കേണ്ടതുണ്ടെന്ന വ്യക്തിപരമായ ബാധ്യത നിർവഹിക്കുക മാത്രമായിരുന്നു താൻ ചെയ്തതെന്നും ബഹാവുദ്ദീൻ നദ്വി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി. വസ്തുത വക്രീകരിച്ചാണ് തൊട്ടടുത്ത ദിവസം മുക്കം ഉമർ ഫൈസി വിശദീകരണം നടത്തിയതെന്നും നദ്വി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. നേരത്തെ ഖാസി ഫൗണ്ടേഷൻ പേരെടുത്തു പരാമർശിച്ച ശേഷമാണ് അതല്ല ഉദ്ദേശമെന്ന് പറഞ്ഞത്. ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് പൊതുസമൂഹത്തോട് വ്യക്തമാക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സമസ്തയുടെ പേരിൽ പുറത്തുവന്ന പ്രസ്താവന തന്റെ വിശദീകരണത്തിന് വിരുദ്ധമാണെന്നത് ശരിയാണെന്നും നദ്വി പറഞ്ഞു. വസ്തുതകളോടും യാഥാർത്ഥ്യങ്ങളോടും ഒരു നിലയ്ക്കും നിരക്കാത്ത കാര്യമാണ് പ്രസിദ്ധപ്പെടുത്തിയത്. അതിനോട് വിശ്വാസിക്ക് രാജിയാകാനാകില്ല. സത്യസന്ധതയും സംഘടനാ വിശദീകരണവും ഒരിക്കലും വിരുദ്ധ ധ്രുവങ്ങളിലാവരുതെന്നും ബഹാവുദ്ദീൻ നദ്വി വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം. ബുധനാഴ്ച നടന്ന സമസ്ത മുഷവറ യോഗത്തിലെ ചർച്ചകൾ മാധ്യമങ്ങൾക്ക് ഞാനാണ് ചോർത്തിക്കൊടുത്തതെന്ന് ഒരു വിഭാഗം ഗീബൽസിയൻ നയമനുസരിച്ച് വ്യാപക പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉമർ ഫൈസിയെ മാറ്റി നിർത്തി വിഷയം ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടുവെന്നും ഈ വിഷയവുമായി യോഗത്തിൽ പൊട്ടിത്തെറിയുണ്ടായെന്നും നിരവധി ചാനലുകൾ വാർത്ത നേരത്തെ പുറത്തുവിട്ടിരുന്നു. എന്റെ പേരിൽ കല്ലുവെച്ച നുണ വ്യാപകമായി പ്രചരിച്ചപ്പോൾ അതിന്റെ നിജസ്ഥിതി വെളിപ്പെടുത്തേണ്ടത് വ്യക്തിപരമായ ബാധ്യതയായി തീർന്നു. അത് നിർവഹിക്കുക മാത്രമായിരുന്നു ഞാൻ. കള്ളന്മാർ എന്ന് ബഹുവചനം തന്നെ ഫൈസി ഉപയോഗത്തിൽ പ്രയോഗിച്ചിരുന്നു. അദ്ദേഹമല്ലാത്ത മറ്റൊരു മുഷവറ അംഗങ്ങളോട് ചോദിച്ചാൽ അതിന്റെ വസ്തുത അറിയാം. നിങ്ങളുടെ എന്താണ് ഞാൻ മോഷ്ടിച്ചതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ മോഷ്ടിച്ചു എന്നല്ല, കള്ളം പറഞ്ഞു എന്നാണ് ഉദ്ദേശിച്ചത് എന്നായിരുന്നു മറുപടി. അപ്പോൾ ആ കള്ളന്മാരുടെ കൂട്ടത്തിൽ താനും ഉൾപ്പെടുമല്ലോ. അതുകൊണ്ട് ഇനി ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാണ് ജിഫ്രി തങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ആമുഖ ഭാഷണത്തിൽ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയാകുമ്പോൾ മാറി നിൽക്കണമെന്ന് യോഗാധ്യക്ഷൻ ജിഫ്രി തങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. 2 മണിക്കൂറിന് ശേഷം തദ്വിഷയവുമായി ചർച്ച തുടങ്ങിയിരിക്കെയും തങ്ങൾ അക്കാര്യം ഉയർത്തി. എന്നാൽ താൻ പോകില്ല എന്ന നിലപാടിലായിരുന്നു അദ്ദേഹം. തത്സമയം അധ്യക്ഷനെ പിന്തുണച്ച് സംസാരിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. വസ്തുത ഇതായിരിക്കെ ഒരു രാത്രി കഴിഞ്ഞപ്പോഴേക്കും വിഷയം മറ്റൊരു തരത്തിൽ അദ്ദേഹം വക്രീകരിക്കുകയുണ്ടായി. താൻ ഉദ്ദേശിച്ചത് മുഷവറ അംഗങ്ങളെ അല്ലെന്നും തന്റെ കാര്യത്തിൽ ഹർജി നൽകിയവരെ സംബന്ധിച്ചാണ് പരാമർശമെന്നുമായിരുന്നു വിശദീകരണം. അദ്ദേഹത്തിന് അനുകൂലമായി ഹർജി നൽകിയവരും കള്ളന്മാരാണെന്നാണോ? എടവണ്ണപ്പാറയിൽ താൻ ഉദ്ദേശിച്ചത് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അല്ലെന്നാണ് ഇതുവരെയും അദ്ദേഹം നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഖാസി ഫൗണ്ടേഷൻ ഉൾപ്പെടെ പേരെടുത്തു പറഞ്ഞ ശേഷമാണ് അതല്ല ഉദ്ദേശമെന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്. ബോധ്യപ്പെടേണ്ട അവകാശം പൊതുസമൂഹത്തിനും. സമസ്തയുടെ പേരിൽ പുറത്തുവന്ന പ്രസ്താവന എന്റെ വിശദീകരണത്തിന് വിരുദ്ധമാണെന്ന് പലരും പറയുന്നു. ശരിയാണ്. വസ്തുതകളോടും യാഥാർത്ഥ്യങ്ങളോടും ഒരു നിലയ്ക്കും നിരക്കാത്ത കാര്യം പ്രസിദ്ധപ്പെടുത്തിയതിനോട് എങ്ങനെ യോജിക്കാനാകും? കളവിനോട് സത്യവിശ്വാസി രാജിയാകരുതെന്നാണല്ലോ ഇസ്ലാമിക കൽപ്പന. കൈപ്പേറിയതാണെങ്കിൽ പോലും സത്യം തന്നെ പറയണമെന്നാണ് തിരുനബിയുടെ അധ്യാപനം. സത്യസന്ധതയും സംഘടനാ വിശദീകരണവും വിരുദ്ധ ധ്രുവങ്ങളിലാവരുതല്ലോ ഒരിക്കലും. സമസ്തയുടെ തനിമയും പാരമ്പര്യവും വളരെ പവിത്രമായി എക്കാലത്തും ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. മുൻഗാമികൾ കാണിച്ചു തന്ന പാതയിൽ ജാഗ്രതയോടെ മുന്നോട്ടു പോകണം നമുക്ക്. സർവശക്തന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചു ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി തന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ഫേസ്ബുക്ക് കുറിപ്പിന്റെ ഏറ്റവും ഒടുവിലായി വിശുദ്ധ ഖുർആനെ ഉദ്ധരിച്ചുള്ള വാചകങ്ങളും അദ്ദേഹം നൽകിയിരുന്നു.